ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ചരക സംഹിത എഴുതിയതാരാണ് പറയുമ്പോൾ ചരക സംഹിത എഴുതിയത് ചരകനാണ്. ആരാണ്? ചരകനാണ്. അതുപോലെ തന്നെ ആര്യഭട്ടീയം എഴുതിയതാരാണ്? ആര്യഭട്ടീയം എഴുതിയത് ആര്യഭടൻ. ആരാണ്? ആര്യഭടനാണ്. അതുപോലെ തന്നെ നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനി. നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. ഓർത്ത് വെച്ചോണം, നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം എഴുതിയതാരാണെന്ന് അറിയാമോ? അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ. ചാണക്യൻ എന്നും കൗടില്യൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ വിഷ്ണുഗുപ്തൻ എന്നാണ്. വിഷ്ണുഗുപ്തനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. അതുപോലെ പഞ്ചതന്ത്രം കഥകൾ എഴുതിയതാരാണ്? വിഷ്ണു ശർമ്മനാണ്. പഞ്ചതന്ത്രം കഥകൾ എഴുതിയത് വിഷ്ണു ശർമ്മനാണ്. അതുപോലെ തന്നെ രാമചരിതമാനസം എഴുതിയത് ആരാണെന്നറിയാമോ? തുളസീദാസ്. ഓർത്ത് വെച്ചോളുക, രാമചരിതമാനസം എഴുതിയത് തുളസീദാസാണ്. അതുപോലെ ഭക്തമഞ്ജരി എഴുതിയത് ആര്? ഭക്തമഞ്ജരി എഴുതിയത് സ്വാതി തിരുനാളാണ്. ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ശ്രീ മഹാഭാരതവും ഭഗവത്ഗീതയും എഴുതിയതാരാണ്? വേദവ്യാസ മഹർഷിയാണ്. വേദവ്യാസ മഹർഷിയാക്കിയാണ് ഭഗവത്ഗീത, ശ്രീ മഹാഭാഗവതം, അതുപോലെ ശ്രീ മഹാഭാരതം എഴുതുവാനാണ് വേദവ്യാസനാണ്. അതുപോലെ രാമായണം എഴുതുകാരാണ്? വാൽമീകി മഹർഷിയാണ്. രാമായണം വാൽമീകി മഹർഷിയാണ്. കമ്പരാമായണം എഴുതിയതാരാണ്? കമ്പറാണ്. കമ്പരാമായണം എഴുതിയത് കമ്പറാണ്. അതുപോലെ ഗീതഗോവിന്ദം എഴുതിയതാരാണ്? ഗീതഗോവിന്ദം എഴുതിയത് ജയദേവനാണ്. ആരാണ്? ജയദേവനാണ് ഗീതഗോവിന്ദം എഴുതിയത്. ഓർത്ത് വെച്ചോളൂ, ജയദേവന്റെ ഗീതഗോവിന്ദം. അതുപോലെ തന്നെ ശിവാനന്ദലഹരിയും സൗന്ദര്യലഹരിയും എഴുതിയതാരാണ്? ശിവാനന്ദലഹരി, സൗന്ദര്യലഹരി, അതുപോലെ വിവേക ചൂടാമണി, ഇതൊക്കെ എഴുതിയതാരാണ്? ശങ്കരാചാര്യരാണ്. അതുപോലെ മനുസ്മൃതി എഴുതിയതാരാണ്? മനുവാണ്. മനുവാണ്. അതുപോലെ തന്നെ അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, മേഘസന്ദേശം, ഇതൊക്കെ എഴുതിയതാരാണ്? കാളിദാസനാണ്. കാളിദാസനാണ് അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, മേഘസന്ദേശം ഇതൊക്കെ എഴുതിയത്. മയൂര സന്ദേശം എഴുതിയതാരാണ്? മയൂരസന്ദേശം എഴുതിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. മയൂര സന്ദേശം എഴുതിയതാരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അതുപോലെ കൃഷ്ണഗാഥ എഴുതിയതാരാണെന്ന് അറിയാം? കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ്. ആരാണ്? ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയത്. അതുപോലെ നാട്യശാസ്ത്രം എഴുതിയതാരാണ്? ഭരതമുനിയാണ്. ആരാണ്? ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയതാരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? വാൻ റീഡ്. ആരാണ്? വാൻ റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത്. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത്. ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ ഇന്ദുലേഖ എഴുതിയതാരാണ്? ഇന്ദുലേഖ എഴുതിയത് ഓ ചന്തുമേനോനാണ്. അതുപോലെ ജ്ഞാനപ്പാന എഴുതിയതാരാണ്? ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം നമ്പൂതിരിയാണ്. ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനം നമ്പൂതിരി. കൃഷ്ണഗാഥയുടെ രചയിതാവ് ആരാണ്? ചെറുശ്ശേരിയാണ്. ആരാണ്? ചെറുശ്ശേരിയാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ് ആരാണ്? രാമപുരത്തു വാര്യരാണ്. ആരാണ്? രാമപുരത്തു വാര്യരാണ്. അതുപോലെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഭക്തമഞ്ജരി എഴുതിയത് സ്വാതി തിരുനാളാണ്. ഭക്തമഞ്ജരി എഴുതിയത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ
അതുപോലെ തിരുക്കുറൾ എഴുതിയതാരാണ്? തിരുക്കുറൾ എഴുതിയത് തിരുവള്ളുവരാണ്. ആരാണ്? തിരുവള്ളുവരാണ്. ചിലപ്പതികാരം എഴുതിയതാരാണ്? ചിലപ്പതികാരം എഴുതിയതാരാണ്? ഇളങ്കോ അടികളാണ്. ആരാണ്? ഇളങ്കോ അടികളാണ് എന്തോ എഴുതിയത്? ചിലപ്പതികാരം എഴുതിയത്. അതുപോലെ ഓർത്തുവെച്ചുള്ള അർത്ഥശാസ്ത്രം എഴുതിയതാരാണ്? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യനാണ്. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ. അത് നമ്മൾ പറഞ്ഞുകൊണ്ടെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? ആ പരീക്ഷകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ ആരുടെ ബുക്കുകളാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ആശ്ചര്യ ചൂടാമണി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രൻ്റെ സംസ്കൃത നാടകമാണ് ആശ്ചര്യ ചൂടാമണി കേട്ടോ. ശക്തിഭദ്രൻ്റെ സംസ്കൃത നാടകം ആശ്ചര്യ ചൂടാമണി.